ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മാൻ്റെ മാസ്റ്റർ പീസ് റെസിപ്പി ആയിട്ടുള്ള ഉള്ളി മൊരിയിച്ച ചിക്കൻ കറിയാണ്. വെറുതെ മിണ്ടി പറഞ്ഞ് സമയം കളയണില്ല. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കുക. അതിലോട്ട് അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചൊരു 3 സവാള കുനുകുനാ അരിഞ്ഞ് നമ്മൾ ഇടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ചട്ടിയിൽ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുക. ചതച്ച് വെച്ചിട്ടുള്ള അത്തല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി എന്നിവ ചതച്ചതും കൂടെ വെളിച്ചെണ്ണയിലോട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 2 കൊമ്പ് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ കറിവേപ്പിലയുടെ നല്ല മണമൊക്കെ വരും. അതായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളിയാണേ. ഒരു ചെറിയ ബൗൾ ഉള്ളി എടുത്ത് ചതച്ചിട്ടുണ്ട്, അതും കൂടെ നമ്മൾ തട്ടിക്കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുനുകുനാ അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടെ ഇട്ട് പിന്നെ ഇളക്കൽ ഫുൾ ഇളക്കൽ. അത് കഴിഞ്ഞതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഒരു 10 മുളകും കൂടെ ഇട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടെ എടുത്ത് അതും കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അടുത്തതായിട്ട് വാടിയ ഉള്ളിയിലോട്ട് മസാലകളാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എരിവുള്ള കുറച്ച് മുളകും കൂടെ വേണം, അതും 1 സ്പൂൺ ഇടുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാ വീട്ടമ്മമാർക്കും അറിയാം ഈ പൊടി ഇളക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കാഷ്യൂവിൻ്റെ ജ്യൂസാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ചും കൂടെ വെള്ളവും കൂടെ ചൊഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കറിയുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ചിക്കൻ പീസസും കൂടെ അങ്ങോട്ട് നിരത്തി കൊടുത്താൽ പരിപാടി ഏകദേശം കഴിയാറായി. അതിനുശേഷം നമ്മൾ മൊരിയിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിച്ചീര, അത് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില, അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ശേഷം മൂടി വെച്ച് വേവിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റി റെസിപ്പിയാണ്. നമ്മുടെ സാധാരണ ചിക്കൻ കറിയെക്കാട്ടി ഒരു പടി മുന്നിൽ നിൽക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.